Dear students, welcome to the class of non-destructive testing. In this class, we will discuss the topics interpretation of MPI, false, non-relevant and relevant indications, demagnetization of test specimen, system sensitivity, checking devices in MPI, then application, advantages and limitations of MPI. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൽ വരുന്ന സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ സർഫസ് ക്ലീനിങ്, സെക്കൻഡ് വൺ ഇനീഷ്യൽ ഡീമാഗ്നറ്റൈസേഷൻ, തേർഡ് വൺ മാഗ്നറ്റൈസേഷൻ ഓഫ് കമ്പോണൻറ്റ്, ഫോർത്ത് വൺ അപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ഫിഫ്ത്ത് വൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഡിക്കേഷൻസ് ആൻഡ് സിക്സ്ത് വൺ ഡീമാഗ്നറ്റൈസേഷൻ. ഇതിൽ ആദ്യത്തെ 4 സ്റ്റെപ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഡിക്കേഷൻസ് ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ ആണ്. Interpretation of MPI. When fine magnetic particles are applied on the surface of test specimen after magnetization, the leakage field attract particle which forms an outline of discontinuity and indicate the location, size, extent and shape of the discontinuity. അതായത് ഒരു ടെസ്റ്റ് സ്പെസിമെൻ അത് ആദ്യം എന്ത് ചെയ്യും, ക്ലീനിങ് ഡീമാഗ്നറ്റൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ആ ടെസ്റ്റ് സ്പെസിമെനെ മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്തിട്ട് അതിന് ശേഷം ആ സർഫസിലോട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പം ഇതാണ് ടെസ്റ്റ് സ്പെസിമെൻ. അതിലൊരു ക്രാക്ക് ഉണ്ട്. ആ ക്രാക്കിന് നിയറായിട്ട് എന്ത് ചെയ്യും, ലീക്കേജ് ഫ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത്. ആ സർഫസിലോട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല ലീക്കേജ് ഫ്ലക്സ്. അത് ആ മാഗ്നറ്റിക് പാർട്ടിക്കിളിനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്തിട്ട് ആ ക്രാക്കിലെടുക്കുക, അത് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും, അല്ലെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും. അത് നമുക്ക് എന്താണ്, ഒരു വിസിബിൾ ഇൻഡിക്കേഷനാണ് അവിടെ തരുന്നത്. മീൻസ് ആ ലൊക്കേഷനിൽ ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ക്ലസ്റ്റർ ഫോം ചെയ്യുന്ന ആ ലൊക്കേഷനിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത്. Visible particle clusters formed at a specimen surface are viewed under white light, whereas fluorescent particles are viewed under black light. Magnetic particles ഒന്നിക്കൽ വിസിബിൾ പാർട്ടിക്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഫ്ലൂറസെൻറ്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ കോട്ടഡ് വിത്ത് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ. അത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് വിസിബിൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നല്ല വെൽ ഇല്ലൂമിനേറ്റഡ് ഏരിയ അവിടെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം ഡയറക്റ്റായിട്ട് വൈറ്റ് ലൈറ്റിൽ. നേരെ മറിച്ച് ഫ്ലൂറസെൻറ്റ് പാർട്ടിക്കിൾസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡാർക്ക് ലൈറ്റിൽ അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത്. The indication that are formed on the test surface should be inspected, interpreted and evaluated. The interpretation requires that the inspector distinguish between relevant and non-relevant indications. ഓക്കെ, നമ്മളിപ്പം ആ സർഫസിലോട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തു. ക്രാക്കിലെടുക്കുക ലീക്കേജ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മാഗ്നറ്റിക് പാർട്ടിക്കിളിനെ അട്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് വിസിബിൾ ഇൻഡിക്കേഷൻസ് തരും. ഓക്കെ, അത് നമ്മളെ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആണ്. പക്ഷേ ഈ ക്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീക്കേജ് ഫീൽഡ് അല്ലാതെ തന്നെ നമുക്ക് വിസിബിൾ ഇൻഡിക്കേഷൻസ് ആ സർഫസിൽ ഉണ്ടാവാം. അത്തരം ഇൻഡിക്കേഷൻസിന് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഫാൾസ് ഇൻഡിക്കേഷൻസ് ആണ്. ക്രാക്ക് അല്ലാണ്ട് അല്ലെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റി അല്ലാണ്ട് നമ്മളെ സർഫസിൽ നമുക്ക് ഇൻഡിക്കേഷൻസ് തരുന്നുണ്ടെങ്കിൽ അത് ഫാൾസ് അല്ലെങ്കിൽ നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആണ്. ഈ നമുക്ക് കാണിച്ചു തരുന്ന ആ ഇൻഡിക്കേഷൻസ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് റെലവൻ്റ് ആണോ അല്ല നോൺ റെലവൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കലാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കില്ല് അത് അത്യാവശ്യമാണ്. Proper interpretation involves finding out whether adherence is due to presence of crack, adherence is because of change in the cross section, third one particles are adhering to edges only. അതായത് ഇൻസ്പെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ വിസിബിൾ ഇൻഡിക്കേഷൻ തരുന്നത് ക്രാക്ക് തന്നെയാണോ, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് നമ്മൾ സർഫസുമായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ സാധ്യതയില്ല വേറെ ലൊക്കേഷൻസ് ഉണ്ട്. അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ചേഞ്ചിലെടുക്കുക, അല്ലെങ്കിൽ എഡ്ജസ്, അല്ലെങ്കിൽ ഡിസിമിലർ മെറ്റൽസിൻ്റെ ജംഗ്ഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ലൊക്കേഷൻസിലും നമുക്ക് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക സർഫസിൻ്റെ മുകളിൽ. നമുക്ക് എന്താണ് വേണ്ടുന്നത്,
ഒരു ക്രാക്കാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ആ റെലവൻറ്റ് ആൻഡ് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് MPAയിൽ. Wrong interpretation may lead to rejection of the material, thus resulting in material wastage. Thus, an NDT engineer who interprets the result determines the success or failure of any NDT method. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ ഇപ്പോൾ MPA ചെയ്യണമെങ്കിൽ അത്ര ഭയങ്കര സ്കില്ലൊന്നും ആവശ്യമില്ല. ഒരു നോർമലി ട്രെയിൻഡ് ഓപ്പറേറ്ററിന് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ റിസൾട്ട് ആ വിസിബിൾ ഇൻഡിക്കേഷൻ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ടഫ് ടാസ്ക്കാണ്. ആ ഒരു ഏതെങ്കിലും ഒരു NDT മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെ അത് നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനുള്ളതാണ്. അപ്പോൾ റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് ഡിഫക്റ്റ് ആണെന്ന് പറയുന്നത് ഒരു റോങ് ഇൻഡിക്കേഷൻ കണ്ടിട്ട് ഓക്കെ ആ മെറ്റീരിയൽ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, അതാണ് പറയുന്നത്. The following images depict relevant indication produced from a variety of components inspected with the magnetic particle method. ഒരു ക്രെയിൻ ഹുക്ക്, അതിൽ സർവീസ്, അത് ഇൻ സർവീസിൽ ഉണ്ടാകുന്ന ക്രാക്ക്, അത് നോർമലി ഈ രീതിയിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവുക. അതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഇമേജസ് എന്ന് വെച്ചാൽ ഒരു റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ഓരോരോ കമ്പോണൻസിൽ പോസിബിൾ ആയിട്ടുള്ള റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്രെയിൻ ഹുക്കിൽ സർവീസ് ഇൻഡ്യൂസ്ഡ് ക്രാക്ക്. സർവീസ് ഇൻഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ അത് അതിൻ്റെ ഫങ്ഷൻ ചെയ്തു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ കാലം യൂസ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ക്രാക്ക്, ക്രെയിൻ ഹുക്കിൽ ഉണ്ടാകുന്ന ക്രാക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഗിയറിൽ സർവീസിന് ശേഷം ഗിയർ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ സർവീസിന് ശേഷം ഗിയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്രാക്ക് കാരണം അതിൻ്റെ ഇൻഡിക്കേഷൻ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഡ്രൈവ് ഷാഫ്റ്റ് വിത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ക്രാക്ക്. ആ ഷാഫ്റ്റിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സർഫസിൽ ഉണ്ടായിരിക്കുന്ന ക്രാക്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഫ്ലൂറസെൻ്റ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ത്രെഡഡ് ഷാഫ്റ്റ് വിത്ത് സർവീസ് ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ഇതാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ലാർജ് ബോൾട്ട് വിത്ത് സർവീസ് ഇൻഡ്യൂസ്ഡ് ക്രാക്ക്, ഇവിടെ കാണാൻ പറ്റും ക്രാക്ക്. അതേപോലെ ലാക്ക് ഓഫ് ഫ്യൂഷൻ ഇൻ SMAW വെൽഡ്, അതായത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതിലുണ്ടാകുന്ന ക്രാക്ക് അല്ലെ ലാക്ക് ഓഫ് ഫ്യൂഷൻ, വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇൻഡിക്കേഷൻസ്. നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സർഫസിൽ സം ഇൻഡിക്കേഷൻസ് കാണിച്ചു തരും. ആ ഇൻഡിക്കേഷൻസ് തന്നെ മെയിനായിട്ട് 3 ടൈപ്പ്, ഫാൾസ് ഇൻഡിക്കേഷൻസ് ആവാം, നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആവാം. അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻഡിക്കേഷൻ: വെൻ പാർട്ടിക്കിൾസ് ഫോം എ ക്ലസ്റ്റർ ഓൺ ടെസ്റ്റ് സർഫസ് വൈൽ പെർഫോമിംഗ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്, ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ. It requires further evaluation to determine whether the indication is false, non-relevant or relevant. അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ സർഫസിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഇൻഡിക്കേഷനാണ്. അത് ശരിക്കും ഒരു ക്രാക്കിനെ തന്നെ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യണമെന്നില്ല. ക്രാക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെലവൻറ്റ് ഇൻഡിക്കേഷനാണ്. പക്ഷേ നമുക്ക് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസും ഉണ്ടാവുക, ഫാൾസ് ഇൻഡിക്കേഷൻസും ഉണ്ടാവുക. അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ഫാൾസ് ഇൻഡിക്കേഷൻ. A false indication is the presence of magnetic particles on the surface that are not held by magnetic leakage field. The particles are held by some type of contaminants on the test surface. ഫാൾസ് ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സർഫസിലോട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ലീക്കേജ് ഫീൽഡ് അല്ല, ക്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീക്കേജ് ഫീൽഡ് അല്ല. അതല്ലാണ്ട് പറഞ്ഞാൽ ആ സർഫസിലെ കണ്ടാമിനൻസ്, ഓയിൽ, ഗ്രീസ് പോലെ ഉള്ള കണ്ടാമിനൻസ് അല്ലെങ്കിൽ കൊറോഷൻ പ്രൊഡക്ട്സ്, അങ്ങനെയില്ല ആ കണ്ടാമിനൻസ് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ ഹെൽഡ് ചെയ്ത് വെക്കുക സർഫസിൽ. അത്തരം ഇൻഡിക്കേഷൻസ് എന്താണ്? ഫാൾസ് ഇൻഡിക്കേഷൻസ് ആണ്. അതൊരു ഫാൾസ് ഇൻഡിക്കേഷനാണ് അങ്ങനെ കൺഫേം ചെയ്യുന്നത്. ടു കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് എ ഫാൾസ് ഇൻഡിക്കേഷൻ, ദ ഇൻഡിക്കേഷൻ ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് ദ സർഫസ് ഈസ് റീ എക്സാമിൻഡ് ആഫ്റ്റർ അഡ്രസ്സിങ് ദ റീസൺ ഫോർ ദി പാർട്ടിക്കിൾ അക്യൂമുലേഷൻ. അതായത് സർഫസ് കണ്ടാമിനൻസ്, അതുകൊണ്ടൊരു റോങ് ഇൻഡിക്കേഷൻ, ഒരു ഫാൾസ് ഇൻഡിക്കേഷൻ കിട്ടി. അതിനുശേഷം ആ സർഫസ് ഒന്നും കൂടെ ഒന്ന് റീ എക്സാമിൻ ചെയ്യുന്നു, സർഫസ് ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് റീ എക്സാമിൻ ചെയ്യുന്നു. റീ എക്സാമിൻ ചെയ്ത സമയത്ത്
ഓൾറെഡി കിട്ടിയ ഇൻഡിക്കേഷനൊക്കെ അവിടെ കാണുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ആദ്യം എനിക്ക് കാണിച്ചു തന്നതൊരു ഫാൾസ് ഇൻഡിക്കേഷനാണ്. ദ ഫാൾസ് ഇൻഡിക്കേഷൻ വിൽ നോട്ട് റീഅപ്പിയർ വൺസ് ദ കറക്റ്റീവ് സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഒരിക്കൽ ഫാൾസ് ഇൻഡിക്കേഷൻസ് കിട്ടി, അതിനുശേഷം കമ്പോണൻറ്റ് ക്ലീനൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ സമയത്ത് ആ പഴയ ഇൻഡിക്കേഷൻ കാണുന്നില്ല. ഓക്കെ, അതിൻ്റെ മീനിങ് നമുക്ക് ആ കാണിച്ചു തന്നിരിക്കുന്നത് ഫാൾസ് ഇൻഡിക്കേഷനാണ്. ആ കറക്റ്റീവ് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ആ ഇൻഡിക്കേഷൻ ഫാൾസ് ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തരൂല. അടുത്തത് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻ. എ നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻ ഈസ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഫ്രം നോൺ കണ്ടീഷൻ അതർ ദാൻ ആക്ച്വൽ ഡിസ്കണ്ടിന്യൂറ്റീസ്. Many times they are the result of configuration of the test object. Non-relevant indication may be caused by sharp corners or abrupt changes in the geometry of test object. Non-relevant indication may form at splines, thread roots, gear teeth, keyways, etc. Non-relevant indication എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്ന ലീക്കേജ് ഫീൽഡ് തന്നെ, പക്ഷേ ഡിസ്കണ്ടിന്യൂറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീക്കേജ് ഫീൽഡ് ആയിരിക്കില്ല. വേറെ ആ പാർട്ടിക്കിൾ അക്യൂമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? ഷാർപ്പ് കോർണേഴ്സ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നെടുക്കാം. ഇവിടെയൊക്കെ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് കാണിച്ചു തരും. വേറെ വരുന്ന സ്ഥലങ്ങൾ സ്പ്ലൈൻസ്, ത്രെഡഡ് റൂട്ട്സ്, ഗിയർ ടീത്ത്, കീവേസ്, എക്സെട്ര. അതർ നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻ മേ ബി കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ പെർമിയബിലിറ്റി വിത്തിൻ ദി ടെസ്റ്റ് ഒബ്ജക്റ്റ്. അതായത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി, ടെസ്റ്റ് സ്പെസിമെനിലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, യൂണിഫോം മാഗ്നറ്റിക് പെർമിയബിലിറ്റി അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് തരാം. ഇൻ സം മെറ്റീരിയൽ എ ചേഞ്ച് ഇൻ പെർമിയബിലിറ്റി മേ ഒക്കർ അറ്റ് ദ ഫ്യൂഷൻ ലൈൻ ഇൻ വെൽഡ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ലീനിയർ ഇൻഡിക്കേഷൻ മേ ബി ഇൻകറക്റ്റ്ലി ബി ഇവാലുവേറ്റഡ് ആസ് ക്രാക്ക് ഓർ ലാക്ക് ഓഫ് ഫ്യൂഷൻ. അതായത് വെൽഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്യൂഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, അത് കാരണം അവിടെ നമുക്ക് റോങ് ഇൻഡിക്കേഷൻസ് തരാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അക്യൂമുലേറ്റ് ചെയ്യുക. അത് നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷനാണ്. അല്ലാതെ അത് ക്രാക്ക് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫ്യൂഷനായിട്ട് റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ അറ്റ് ദ ജംഗ്ഷൻസ് ഓഫ് ഡിസിമിലർ മെറ്റൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി വിൽ ചേഞ്ച്. Due to the change in magnetic permeability across the interface, there may be some non-relevant indications. അത് രണ്ട് ഡിസിമിലർ മെറ്റൽസ്, അതിൻ്റെ രണ്ടിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, രണ്ട് മെറ്റൽസ്, രണ്ടോ മൂന്നോ മെറ്റൽസ്, അതിൻ്റെ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ എന്തായിരിക്കും? ദർ വിൽ ബി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ജംഗ്ഷനിലോട്ട് അട്രാക്റ്റ് ആയിട്ട് ഇൻഡിക്കേഷൻസ് കാണിച്ചു തരാനൊരു സാധ്യതയുണ്ട്. അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? നോൺ റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആണ്. അത് ആക്ച്വലി ക്രാക്ക് അല്ല നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി ക്രാക്ക് കൊണ്ടുണ്ടാകുന്ന ലീക്കേജ് ഫീൽഡ് അത് തരുന്നത് എന്താണ്? റെലവൻറ്റ് ഇൻഡിക്കേഷനാണ്. അതാണ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റെലവൻറ്റ് ഇൻഡിക്കേഷൻസ് ആർ കോസ്ഡ് ബൈ ആക്ച്വൽ ഡിസ്കണ്ടിന്യൂറ്റീസ്. They are defined as flaws, imperfections or other conditions that are not part of normal structure of the test object. Relevant indications ആരാണ്? നമ്മുടെ ക്രാക്ക് ഉണ്ടാക്കുന്ന ലീക്കേജ് ഫീൽഡ്. അവിടത്തേക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്ന ഇൻഡിക്കേഷൻ, അതാണ് റെലവൻറ്റ് ഇൻഡിക്കേഷൻസ്. അവിടെയാണ് ആക്ച്വലി ശരിക്കും ക്രാക്ക് ഉള്ളത്. ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സർഫസിൽ നമ്മൾ ആക്ച്വലി എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഒക്കെ നമുക്ക് വേണ്ടുന്നത്. അതല്ലാണ്ട് അതിലുണ്ടാകുന്നത് ഒക്കെ ഡിസ്കണ്ടിന്യൂറ്റീസാണ്. MPI is most responsive to those discontinuities that are generally linear and at or very close to the surface. Rounded discontinuities such as porosity are not always detected since their shape does not always provide flux leakage. നോർമലി MPI വെച്ച് കിട്ടുന്നത് ലീനിയർ ക്രാക്സ് അല്ലെങ്കിൽ ലീനിയർ ഡിഫക്ട്സ് ആണ് നമുക്ക് നോർമലി ഇത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സർക്കുലാർ, അതായത് പോറോസിറ്റി പോലെ സർക്കുലാർ ഡിഫക്ട്സ് നോർമലി നമുക്ക് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, കാരണം അത് ലീക്കേജ് ഫ്ലക്സ് തരുന്നില്ല. അടുത്തത് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ. ഓക്കെ, നമ്മളിപ്പം ടെസ്റ്റൊക്കെ കഴിഞ്ഞു, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തിട്ട് ഇൻഡിക്കേഷൻസ് ഒക്കെ കിട്ടി, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ട് ഒക്കെ കിട്ടി. അതിനുശേഷം എന്താണ്? ഡയറക്റ്റായിട്ട് ആ കമ്പോണൻറ്റ് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ?
ഇല്ല. ഇവിടെ ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ട്. ഓൾറെഡി മാഗ്നറ്റൈസ് ചെയ്ത് ആ കമ്പോണൻറ്റിൽ സം റെസിജ്വൽ മാഗ്നറ്റിസം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ സ്റ്റിൽ ആ എക്സ്റ്റേണൽ ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അത് റിമൂവ് ചെയ്താലും നമ്മളെ കമ്പോണൻ്റ് എന്താണ്, സ്റ്റിൽ മാഗ്നറ്റൈസ്ഡ് ആണ് ബിക്കോസ് ഓഫ് റെസിജ്വൽ മാഗ്നറ്റിസം. Parts inspected by magnetic particle method may sometimes have a residual magnetic field that may interfere with the subsequent manufacturing operations or service of the component. ആ റെസിജ്വൽ മാഗ്നറ്റിസം ആ കമ്പോണൻറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിൽ മാഗ്നറ്റൈസ്ഡ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഇത് സെമി ഫിനിഷ്ഡ് കമ്പോണൻ്റ് ആയിരിക്കും. ഫർദർ മെഷീനിങ് അല്ലെങ്കിൽ വെൽഡിങ് ജോയിനിങ് പ്രോസസ്സൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു വേറൊരു സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടതായിരിക്കും. ആ സമയത്തൊക്കെ അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. Effects of residual magnetism. It will affect machining by causing the chips to cling to the surface because of magnetic field. മെഷീനിങ് അല്ലെങ്കിൽ മെറ്റൽ റിമൂവിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ്, ആ ചിപ്സ് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന മെറ്റീരിയൽസ് അത് ആ സർഫസിലോട്ട് തന്നെ ആദ്യം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ സെക്കൻഡ് എഫക്റ്റ് എന്താണ്, ഇറ്റ് മേ ഇൻ്റർഫിയർ വിത്ത് നാവിഗേഷണൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ആർ സെൻസിറ്റീവ് ടു മാഗ്നറ്റിക് ഫീൽഡ്. നാവിഗേഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് സെൻസിറ്റീവായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ. ഓക്കെ, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത കമ്പോണൻറ്റ് അതിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലോ ആ നാവിഗേഷൻ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫങ്ഷണാലിറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. തേർഡ് വൺ, ഇഫ് ദ പാർട്ട് ഈസ് ടു ബി യൂസ്ഡ് ഇൻ സം കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം then it can interfere with some other components because of presence of magnetic field. ഇപ്പോൾ നമ്മളെ ടെസ്റ്റ് സ്പെസിമെൻ ഓക്കെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അത് ഉപയോഗിക്കേണ്ടത് ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിലാണ്. അതിൽ വേറെയും ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ഫങ്ഷണാലിറ്റീനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് സ്പെസിമെൻ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സമയത്തോ അതർ കമ്പോണൻസ് അതിൻ്റെ ഫങ്ഷണാലിറ്റീനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താണ്, ആ കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പത്തെ ഡീമാഗ്നറ്റൈസ് ചെയ്തിരിക്കണം. ഫോർത്ത് വൺ, ക്രിയേറ്റ്സ് എ കണ്ടീഷൻ നോൺ ആസ് ആർക്ക് ബ്ലോ ഇൻ വെൽഡിംഗ് പ്രോസസ്. ആർക്ക് ബ്ലോ ഈസ് ദി അൺവാണ്ടഡ് ഡിഫ്ലക്ഷൻ ഓഫ് ആർക്ക് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്. ഈ കമ്പോണൻറ്റ് ഇൻസ്പെക്ട് ചെയ്ത കമ്പോണൻറ്റ് അടുത്തത് വെൽഡ് ചെയ്യണമെങ്കിൽ അപ്പം അതിലുള്ള റെസിജ്വൽ മാഗ്നറ്റിസം റിമൂവ് ചെയ്യണം. അതില്ലാണ്ട് വെൽഡ് ചെയ്താലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ആർക്ക് ബ്ലോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ആർക്ക് പെട്ടെന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ആർക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വെൽഡ് അൺഈവൻ വെൽഡ് ആയിരിക്കും. പ്രോപ്പർ വെൽഡിങ് നമുക്ക് അവിടെ നടത്താൻ വേണ്ടി പറ്റില്ല. അതാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ഇറ്റ് ക്യാൻ കോസ് അബ്രാസീവ് പാർട്ടിക്കിൾ ടു സ്റ്റിക്ക് ഓൺ ദി സർഫസ് ലൈക്ക് ബിയറിംഗ് സർഫേസ്. ദിസ് വിൽ ഇൻക്രീസ് ദി വിയർ. ഓൾസോ ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ അബ്രാസീവ് പാർട്ടിക്കിൾസ് അതിന് നമുക്ക് ആ സർഫസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബിയറിങ്ങിലൊക്കെ സം അബ്രാസീവ് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്ത് നിന്നാൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് വെയർ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ആ റെസിജ്വൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ പാർട്ട് നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. നമ്മൾ റെസിജ്വൽ മാഗ്നറ്റിസം അതിൽ തന്നെ കീപ്പ് ചെയ്താൽ എന്നാൽ നോർമലി എന്ത് ചെയ്യണം, ആ കമ്പോണൻറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ അതിലുള്ള റെസിജ്വൽ മാഗ്നറ്റിസം റിമൂവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഫർദർ പ്രോസസ്സിങ് അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ അപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. There are mainly two ways of demagnetizing the component. First one, heating the material above Curie point. A ferromagnetic material loses the magnetism above Curie temperature. ഒരു മെത്തേഡ് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഹീറ്റിംഗ് എബോവ് ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചറിന് എബോവ് ടെമ്പറേച്ചറിലോട്ട് നമ്മൾ ഇത് ഹീറ്റ് ചെയ്താൽ ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസൊക്കെ ലോസ് ആവും. മീൻസ് അത് ഡീമാഗ്നറ്റൈസ് ചെയ്തു. പക്ഷേ ഇതിനെന്ന് വെച്ചാൽ എന്താണ്, സ്പെഷ്യൽ ഹീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വേണം. സ്പെഷ്യൽ ഫർണസ് ടെസ്റ്റ് സ്പെസിമെൻ ആ ക്യൂറി ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഫർണസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വേണം. സെക്കൻഡ് മെത്തേഡ് എന്താണ്, ഫീൽഡ് റിവേഴ്സൽ. നമുക്കിപ്പോൾ നോർമലി അപ്ലൈ ചെയ്ത ഫീൽഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അറിയെങ്കിൽ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽഡ് കൊടുത്താൽ മതി. ഇഫ് ദ ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദി ഹിസ്റ്ററിസിസ് കർവ് ഇൻ ദി അതർ ഡയറക്ഷൻ ആൻഡ് അറ്റ് സം പോയിൻറ്റ് ഇറ്റ് റീച്ചസ് ദ കോയർസീവ് ഫീൽഡ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ മെറ്റീരിയൽ വിൽ ബിക്കം സീറോ. ഹിസ്റ്ററിസിസ് കർവ് ഒക്കെ പറഞ്ഞതാണ്. ഇപ്പം ഇവിടെയാണ് കമ്പോണൻ്റ് ഉള്ളത്. മാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇല്ല സ്റ്റേജ് ഇവിടെയാണെങ്കിൽ ഞാൻ റിവേഴ്സ് ഡയറക്ഷനിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ആ ഡി എന്ന് പറഞ്ഞ പോയിന്റിലെത്തും. ഡി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ സീറോ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് മെറ്റീരിയലിൽ, അല്ല കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്.
ആ ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സീറോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള കണ്ടീഷനിൽ എത്തിക്കുക. ആ സമയത്ത് എന്താണ്, കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് ആണ്. മെയിനായിട്ട് ഈ രണ്ട് മെത്തേഡാണ് ഡീമാഗ്നറ്റൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് സിസ്റ്റം സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഹൈലി സെൻസിറ്റീവാണ് നമ്മളെ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അതിലില്ല കമ്പോണൻറ്റിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ഹൈലി സെൻസിറ്റീവാണ്. പക്ഷേ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Sensitivity of MPI plays an important role in locating small and subsurface defect in ferromagnetic material. Many fatigue cracks and fine grinding cracks having size less than 0.02 mm deep can be located using MPI. MPI വെച്ചിട്ട് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് വരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. If the defects are usual crack, comparatively low level of magnetic force will give sufficient build-up. നമ്മളെ സർഫസിലുള്ള ക്രാക്ക് ഒരു നോർമൽ ക്രാക്കാണ്, അത്രയും മൈന്യൂട്ടല്ല ആയിട്ടുള്ള ക്രാക്കല്ല. അന്നേരം അത് ആ ടെസ്റ്റ് സ്പെസിമെൻ ഭയങ്കര ഹൈ ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ്, അതൊരു ഇൻഡിക്കേഷൻ തരും. പക്ഷേ മൈന്യൂട്ട് ക്രാക്കിലോട്ട് പോകുന്ന സമയത്തോ, ടു ഫൈൻഡ് മൈന്യൂട്ട് ക്രാക്ക് ഓർ സബ് സർഫസ് ഫ്ലോസ് ദ ഫ്ലക്സ് ലെവൽ ഷുഡ് ബി ഹൈ. തിയററ്റിക്കലി ദ ലെവൽ ജസ്റ്റ് ബിലോ സാച്ചുറേഷൻ വുഡ് ഗിവ് ദി മോസ്റ്റ് സെൻസിറ്റീവ് റിസൾട്ട്. അതായത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക്, ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സർഫസിലുള്ള ഡിഫക്റ്റ് അല്ലാണ്ട് സബ് സർഫസ്, ജസ്റ്റ് ബിലോ ദ സർഫസ് ആണ് സബ് സർഫസ്, അവിടെയുള്ള ഡിഫക്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, മൈന്യൂട്ട് ക്രാക്ക് അല്ലെങ്കിൽ സബ് സർഫസ് ഡിഫക്റ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഈ മാഗ്നറ്റിക് നമ്മളെ ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്നത് അതിൻ്റെ സാച്ചുറേഷൻ വരെ മാഗ്നറ്റൈസ് ചെയ്യണം. ജസ്റ്റ് ബിലോ സാച്ചുറേഷൻ അത്രയും എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇതൊക്കെ മൈന്യൂട്ട് ക്രാക്കും സബ് സർഫസ് ക്രാക്സും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ സിസ്റ്റം സെൻസിറ്റിവിറ്റി അത്രയും ചെറിയ ക്രാക്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ അത് ഒരുപാട് പാരാമീറ്റേഴ്സ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് കറൻറ്റ് യൂസ്. ടൈപ്സ് ഓഫ് മാഗ്നറ്റൈസിങ് കറൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, AC കറൻറ്റും DC കറൻറ്റും. അതിൽ സെൻസിറ്റിവിറ്റിയായി ബന്ധപ്പെട്ട് വരുന്നത് ഫസ്റ്റ് വൺ, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് മാഗ്നറ്റൈസേഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ സർഫസ് ഡിഫക്റ്റ്. ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് മാഗ്നറ്റൈസേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ സബ് സർഫേസ് ഡിഫക്ട്സ്. അതായത് AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സർഫസിലോട്ട് ലിമിറ്റഡ് ആയിരിക്കും. സബ് സർഫസ് ഡിഫക്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ഓഫ് സ്കിൻ ഇഫക്റ്റ്. അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി സബ് സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആരെന്നെ ഉപയോഗിക്കണം, DC കറൻറ്റ് തന്നെ ഉപയോഗിക്കണം. തേർഡ് പോയിൻറ്റ്. ഇനി ഫോർത്ത് പോയിൻറ്റ്, ഹാഫ് വേവ് DC ഗിവ്സ് സുപ്പീരിയർ പെനിട്രേഷൻ ആർസ് കമ്പയർഡ് ടു സ്ട്രെയിറ്റ് DC. സബ് സർഫസ് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് DCനെക്കാട്ടും ബെറ്റർ റിസൾട്ട് തരുന്നതാരാണ്, ഹാഫ് വേവ് DC ആണ്. ഇനി ഹാഫ് വേവ് DC ഡ്രൈ മെത്തേഡ് ഗിവ്സ് ഗ്രേറ്റർ പെനിട്രേഷൻ. നമുക്ക് ഡ്രൈ മെത്തേഡ് ഉപയോഗിക്കുക, വെറ്റ് മെത്തേഡ് ഉപയോഗിക്കുക. ആ സമയത്ത് ഗ്രേറ്റർ പെനിട്രേഷൻ അല്ലെങ്കിൽ സബ് സർഫസ് ഡിഫക്റ്റിൻ്റെ കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കൂടുതൽ കിട്ടുന്നത് എപ്പോഴാണ്, വെറ്റ് പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്ന സമയത്താണ്, ഡ്രൈ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്ന സമയത്താണ്. കാരണം ഡ്രൈ പാർട്ടിക്കിൾസിന് എന്താണ്, അതിന് മാഗ്നറ്റിക് പെർമിയബിലിറ്റി വെറ്റ് പാർട്ടിക്കിൾസിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് സിസ്റ്റം സെൻസിറ്റിവിറ്റിയായിട്ട് വരുന്നത്. ഹൈലി സെൻസിറ്റീവ് ആണ് ഒരു മെത്തേഡെങ്കിൽ നമുക്ക് അത്രയും മൈന്യൂട്ട്സ് ക്രാക്സ് നമുക്ക് ഐഡൻറ്റിഫൈ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ്, അതായത് മാഗ്നറ്റൈസിങ് കറൻറ്റ്, സ്ട്രെങ്ത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് ആ സിസ്റ്റത്തിൻ്റെ സെൻസിറ്റിവിറ്റി ഇരിക്കുന്നത്. അടുത്തത് ചെക്കിംഗ് ഡിവൈസസ് ഇൻ MPI അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റേഴ്സ്. Determining whether a magnetic field is of adequate strength and in proper direction is critical when performing magnetic particle testing. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ലീക്കേജ് ഫ്ലക്സ് തരാൻ പറ്റുന്നൊരു ഫീൽഡാണോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ വിത്ത് ക്രാക്ക്. ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ ക്രാക്കാണ് നമുക്ക് ബെസ്റ്റ് വിസിബിലിറ്റി തരിക. അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസിന് പാരലായിട്ടുള്ള ക്രാക്കാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. പെർപെൻഡിക്കുലർ ക്രാക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് വിസിബിലിറ്റി തരും.
ഓക്കെ, ഒരു 45 ഡിഗ്രി ടു 90 മീൻസ് പെർപെൻഡിക്കുലർ, അതുവരെയുള്ള ക്രാക്കൊക്കെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി തരും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ക്രാക്കാണ്. പാരലായിട്ടുള്ള ക്രാക്ക് ആണെങ്കിലോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലായിട്ട് വരുന്ന ക്രാക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അത് ലീക്കേജ് ഫ്ലക്സ് തരുന്നില്ല. ഇനി ഇതിൻ്റെ ചെക്കിംഗ് ഡിവൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സിൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് കനോട്ട് ബി സീൻ, സെവറൽ ഡിവൈസസ് ആർ അവൈലബിൾ ടു കൺഫേം ദ പ്രസൻസ്, സ്ട്രെങ്ത് ആൻഡ് ഓർ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലക്സ് ലൈൻസ്. നമുക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന സാധനമാണോ? അല്ല. അതുകൊണ്ട് എന്താ, അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് അതൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സം ഡിവൈസസ് ആവശ്യമാണ്. അതാണ് ഈ ചെക്കിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഫീൽഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്നത് കീറ്റോസ് റിംഗ്, പൈ ഗേജ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഗോസ് മീറ്റർ ഓർ ഹാൾ എഫക്റ്റ് ഗേജ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഓരോരോ ഡിവൈസ് നോക്കാം. ഫസ്റ്റ് വൺ, കീറ്റോസ് റിംഗ്. Keto's ring is basically a cylindrical part having a hole at the center. Along the cross section, there will be small holes at a different distance from the cylindrical surface. Keto's ring വെച്ചാൽ ജസ്റ്റ് ഒരു കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലെ പാർട്ട്, അതിൽ സെൻറ്ററിലൊരു സർക്കുലർ ഹോൾ ഉണ്ട്. പിന്നെന്താണ് അതിൻ്റെ സർഫസ്, ഈ ഒരു സർഫസ് ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ആ ക്രോസ് സെക്ഷൻ വരുന്ന സർഫസിൽ നിന്നിട്ട് ചെറിയ സ്മോൾ ഹോൾസ് ഉണ്ട്. ഓക്കെ, 1 2 3 അങ്ങനെ ഒരു 12 ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൻ്റെ ഫീച്ചർ എന്ന് നോക്കിയാൽ ഓരോ ഹോളിൽ ആ ഒരു സർഫസ്, ഈ സിലിണ്ടറിക്കൽ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഇൻക്രീസ് ചെയ്ത് വരെയാണ്. ഓക്കെ, യൂണിഫോമായിട്ട് അത് ഇൻക്രീസ് ചെയ്ത് വരും. ഇതാണ് സിലിണ്ടറിക്കൽ സർഫസിന് ഏറ്റവും അടുത്തുള്ള ഹോൾ 1 എന്ന് പറയുന്നത്. ആ 12th ഹോൾ ആവുന്ന സമയത്തോ അവിടുന്ന് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മളെ ഒരു സിമ്പിൾ കീറ്റോസ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് വരക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗർ വരക്കാം. ഇനി എന്ത് ചെയ്യും, ഒരു സെൻട്രൽ കണ്ടക്ടർ വെച്ചിട്ട് ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യും. ഇതിൻ്റെ സെൻട്രലിലൂടെ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ആ സമയത്ത് എന്താണ്, ഇത് മാഗ്നറ്റൈസ് ചെയ്യും. സെൻട്രൽ കണ്ടക്ടർ മെത്തേഡ് വെച്ചിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. അതിനുശേഷം ഈ ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യും. ആ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹോൾസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ആ സർഫസ് കിട്ടും. ഈ ഒരു സർഫസിൽ അത് എത്രത്തോളം ഹോൾസ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്, അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഏത് ടൈപ്പ് കറണ്ടാണ് പാസ് ചെയ്യുന്നത്, ആ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് കീറ്റോസ് റിംഗ് വെച്ചിട്ട് നമുക്ക് ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദ കീറ്റോസ് റിംഗ് ഈസ് എ ഡിവൈസ് മെയ്ഡ് ഓഫ് ടൂൾ സ്റ്റീൽ ആൻഡ് ഈസ് ഡിസൈൻഡ് ടു ഷോ ദി എഫക്റ്റീവ്നെസ് ഓഫ് MPI and the relative penetration based on the number of holes that display the indication. ഇപ്പം പറഞ്ഞാൽ എത്ര ഹോൾസിനാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആ സർഫസിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് കീറ്റോസ് റിംഗ് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്നത്. ദ കീറ്റോസ് റിംഗ് വിൽ ബി മാഗ്നറ്റൈസ്ഡ് ബൈ സെൻട്രൽ കണ്ടക്ടർ ടെക്നിക് ആൻഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ അപ്ലൈഡ് ഓൺ ദി സർഫസ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കീറ്റോസ് റിംഗ്, ഒരു സെൻട്രൽ കണ്ടക്ടർ വെച്ചിട്ട് അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് സെൻട്രൽ കണ്ടക്ടർ, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സർഫസിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യും. ദെൻ ചെക്ക് ഹൗ മെനി ഹോൾസ് ആർ ബീയിങ് ഇൻഡിക്കേറ്റഡ് ബൈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ക്ലിയർലി. ഞാൻ ഈ സർഫസിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തു. അന്നേരം ഇത് കണക്കാണ് ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻഡിക്കേഷൻസ് തരും. എത്ര ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ എത്ര ഹോൾസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് 3 ഹോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ചെയ്യുക. ആ എത്ര ഹോൾസിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ആരെ ഡിപ്പെൻഡ് ചെയ്യും, ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് യൂസ്ഡ്. അതായത് ഡ്രൈ ആൻഡ് വെറ്റ്, അതിന് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം ഡ്രൈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പെർമേബിലിറ്റി കൂടിയതാണ്, വെറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർമേബിലിറ്റി കുറവാണ്. ഇപ്പം ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന കറണ്ട് AC കറണ്ട് ആണെങ്കിലോ ഈ 1 മാത്രമേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കാരണം AC കറണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫീൽഡ് ഈസ് ലിമിറ്റഡ് ടു ദി സർഫസ് ബിക്കോസ് ഓഫ് സ്കിൻ ഇഫക്റ്റ്. നേരെ മറിച്ച് DC ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ 3 4 ഹോൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് തരാം. കാരണം DC ഉപയോഗിക്കുന്ന സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന് അതിൻ്റെ സർഫസിലോട്ട് ബൾക്കിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദസ് യൂസിങ് കീറ്റോസ് റിംഗ് ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് മാഗ്നറ്റൈസിങ് കറണ്ട് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട്.
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര റിങ്സാണ് എത്ര ഹോൾസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷൻസിൽ നമുക്ക് വേണ്ടുന്ന എത്രത്തോളം കറണ്ട് വേണം, എത്രത്തോളം സ്ട്രെങ്ത്തിലെ ഫീൽഡ് വേണം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കുക, കീറ്റോസ് റിങ് ഉപയോഗിക്കുക. അതുകൊണ്ട് എന്താ, ഇതൊരു ഫീൽഡ് ഇൻഡിക്കേറ്ററാണ്. അടുത്തത് പൈ ഗേജ്. പൈ ഗേജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ഫെറസ് മെറ്റീരിയൽ. ഇത് മെയിനായിട്ട് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്ഷൻ മാത്രമല്ല, ഒരു സ്ട്രെങ്ത്തിൻ്റെ ഇൻഡിക്കേഷനും അത് തരും. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം 8 ഫെറസ് സെഗ്മെൻറ്റ്സ് ജോയിൻഡ് ഇൻ ടു എ സിംഗിൾ പീസ് പ്രൊവൈഡിങ് എ സ്റ്റാർ പാറ്റേൺ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ വൺ സൈഡ്. അതർ സൈഡ് ഓഫ് ദി പൈ ഗേജ് വിൽ ബി പെർഫെക്റ്റ്ലി ഫ്ലാറ്റ്. ഇത് നോർമലി ഈ കാണിച്ചിരിക്കുന്നതാണ് പൈ ഗേജ്. ഇതിലിപ്പം 8 പാർട്സ് ഉണ്ട്. ചിലപ്പോൾ 8 ആവാം, ചിലപ്പം 6 ആവാം. നോർമലി എന്താണ് 8 പാർട്സാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ളൊരു സ്ട്രിപ്പ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഷേപ്പിലുണ്ടാവും. ഇതൊക്കെ എന്താ, ചെറിയ സ്ലോട്ട്സാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ സ്ലോട്ട്സ്, ഞാൻ ഈ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നതൊക്കെ സ്മോൾ സ്ലോട്ട്സാണ്. ആ സ്ലോട്ട്സ് എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ ഫ്ലോസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇത് കണക്കത്തെ സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും. മീൻസ് ആ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡിൽ ഞാൻ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇടുന്ന സമയത്ത് ഇതിന് പ്രൊപ്പോർഷണൽ ആയില്ല, ഇതേ കണക്കത്തൊരു ഇൻഡിക്കേഷനാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഒരു സൈഡിൽ ഞാൻ സ്ലോട്ട്സ് ഇട്ടിട്ടുണ്ട്, ഈ സ്ലോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ മാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെന്താണ്, ഈ സ്ലോട്ട്സ് ആർട്ടിഫിഷ്യൽ ഫ്ലോസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്ക് ഇതേ ടൈപ്പിലുള്ള പാറ്റേൺ എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, അതാണ് പൈ ഗേജ്. ഇത് ഹാൻഡ്ലിങ്ങിൻ്റെ ഈസിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു ഹാൻഡിലും കൂടെ ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈ ഗേജസ് ആർ ജനറലി യൂസ്ഡ് ഇൻ ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡിംഗ് ആൻഡ് കാസ്റ്റിംഗ് വെർ ഡ്രൈ പൗഡേഴ്സ് ആർ യൂസ്ഡ് വിത്ത് യോക്സ് ഓർ പ്രോഡ്സ്. ഇത് നോർമലി ഇത് ഫീൽഡ് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് വെൽഡിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി അതിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. സിമ്പിൾ ഫ്ലാറ്റ് സർഫസിനാണ് മെയിനായിട്ട് പൈ ഗേജ് ഉപയോഗിക്കുന്നത്. കോംപ്ലക്സ് ഷേപ്പിനൊന്നും പൈ ഗേജ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത് വെച്ചിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന നോക്കാം, അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കാം. ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, പ്ലേസ് ദി പൈ ഗേജ് ആസ് ഫ്ലാറ്റ് ആസ് പോസിബിൾ ഓൺ ടെസ്റ്റ് സർഫസ് വിത്ത് സ്ലോട്ടഡ് സർഫസ് ഫേസിങ് ഡൗൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ലോട്ടഡ് സർഫസ് എന്ന് പറയുന്നതാണ് ആ കാണിച്ചിരിക്കുന്ന സ്ലോട്ട്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണ്. ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ടെസ്റ്റ് സ്പെസിമെൻ. ഇത് യോക്ക്, മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യോക്ക് ഉണ്ട്. ആ പൈ ഗേജ് പ്ലേസ് ചെയ്യുന്നത് ഈ ടോപ്പ് കാണാൻ പറ്റുന്നത് ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. ഇതിൻ്റെ താഴെ ആ സ്ലോട്ടഡ് ആയിട്ടുള്ള സാധനമായിരിക്കും ഈ ഒരു സ്പെസിമെനുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഇപ്പം ഈ ടോപ്പ് കാണുന്നത് ഫ്ലാറ്റ് സർഫസ് ആണ്. ഇതിനെ ഞാൻ മാഗ്നറ്റൈസ് ചെയ്തു. മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഈ പൈ ഗേജ് മാഗ്നറ്റൈസ് ആവും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് എന്താണ്, ആ സ്ലോട്ട്സ് ഇതിൻ്റെ താഴെ സർഫസിലുള്ള സ്ലോട്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ ഇൻഡിക്കേഷൻസ് വരും. കാരണം എന്താ, ആ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഡിഫക്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റായിട്ട് ആക്ട് ചെയ്യും. ഇൻഡിക്കേഷൻ വിൽ ഫോം അലോങ് ദ ലൈൻസ് ക്രോസിംഗ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാവുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ആ സമയത്ത് എനിക്ക് ഇൻഡിക്കേഷൻസ്, ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറിൽ ജസ്റ്റ് ആ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി കാണിച്ചതാണ്. ഇപ്പം ബ്രൗൺ കളറിലുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഈ വൈറ്റ് ലൈൻസ് കാണിച്ചിരിക്കുന്നത് അതേ സ്ഥലത്ത് ബ്രൗൺ പാർട്ടിക്കിൾസ് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ ഡയറക്ഷനിലായുള്ളത്, അതിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന ആ സ്ലോട്ട്സ് അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ടാവും. ഇനി ഇങ്ങനൊരു സ്ലോട്ട് ഉണ്ടാവും, അതിവിടെ വിസിബിൾ ആയിരിക്കുമോ? ഇല്ല, കാരണം അത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലാണ്. പാരലൽ ഡിഫക്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാവില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് ബെസ്റ്റ് വിസിബിലിറ്റി കിട്ടും, ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ പൈ ഗേജ് വെച്ചിട്ട് ആ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, ഇനിയിപ്പം ഇതിന് ഈ ഒരു ഡയറക്ഷനിലുള്ള ഡിഫക്റ്റ് വിസിബിൾ ആവില്ല എപ്പോഴാണ്, യോക്കിൻ്റെ ഒരെൻഡ് ഇവിടെയും പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഡയറക്ഷനിലുള്ളത് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പൈ ഗേജ് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇവന് ഇത് എത്രത്തോളം പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടും ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് പൈ ഗേജ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു കോംപ്ലക്സ് ഷേപ്പ്. ഇത് നമുക്ക് നോർമലി
ഒരു ഫ്ലാറ്റ് സർഫസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കോംപ്ലക്സ് ഷേപ്പ് ആവുന്ന സമയത്ത് പൈ ഗേജ് നല്ല റിസൾട്ട് തരില്ല. ആ സമയത്ത് ഉപയോഗിക്കുന്നതാരാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ QQI. വർക്ക് ചെയ്യുന്നതെല്ലാം ഈ പൈ ഗേജ് ഇപ്പം ചെയ്ത അതേമാതിരി ഇൻസ്പെക്ട് ചെയ്യുന്ന മാതിരി തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആർട്ടിഫിഷ്യൽ ഫ്ലോ സ്റ്റാൻഡേർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ. It is made up of thin strip of 0.002 or 0.004 inch thickness with specific patterns inscribed on it on one side and other side remains flat. ഇതാണ് ഒരു QQI കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു തിൻ മെറ്റാലിക് സ്ട്രിപ്പാണ്. അതിൽ പർട്ടിക്കുലർ ഷേപ്സ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എംബോസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതന്നെ ആവണമെന്നില്ല. ഏത് ടൈപ്പിലെ ഇത് ഏതെങ്കിലും ഒന്ന്, ഇത് ഒരു QQI ആണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്. ഏത് ടൈപ്പിലെ ഷേപ്സും അതിൽ എംബോസ് ചെയ്തിട്ടുണ്ടാവും. ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേത് ഉണ്ടാവില്ല, മറ്റേ സൈഡ് എന്താണ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് തന്നെ ആയിരിക്കും. ബാക്കി പൈ ഗേജ് ചെയ്യുന്ന കണക്കിന് തന്നെ നോർമലി ചെയ്യുന്നത്. പക്ഷേ ഇതെന്താ, ഈ ടൈപ്പിലെ ഇത് അതായത് QQI ഉപയോഗിക്കുന്ന സമയത്ത് കോംപ്ലക്സ് ഷേപ്സൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോ മാത്രം ഫീൽഡ് കൊടുത്താൽ പോരാ. കാരണം ഡിഫക്റ്റ് ഏത് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിഫക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ എടുക്കാനാവുള്ളൂ. മീൻസ് ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. എന്നാൽ മാത്രമേ സർഫസിലുള്ള എല്ലാ ഡിഫക്ട്സും നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അതായത് കോംപ്ലക്സ് ഷേപ്പിനൊക്കെ മൾട്ടി ഡയറക്ഷനിൽ ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഉപയോഗിക്കുന്ന ചെക്കിംഗ് ഡിവൈസ് ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ് QQI. Quantitative quality indicator is brought in contact with the magnetized component and magnetic particles are spread over the flat side. Then particles get adhered to the flat side by providing information about direction of magnetic field. They are used with wet suspension continuous testing technique. നമ്മളെ പൈ ഗേജ് പറഞ്ഞാൽ നോർമലി ഡ്രൈ പാർട്ടിക്കിൾസിനാണ് ഉപയോഗിക്കുന്നത്. വെറ്റ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ QQI ആണ് ഉപയോഗിക്കുന്നത്. They are suitable for part with complex shape which is examined with the help of multi-directional field. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഗോസ് മീറ്റർ ഓർ ഹാൾ എഫക്റ്റ് ഗേജ്. It is a Hall effect device which is used for quantitative measurement of strength of tangential magnetic field on the surface of the part. It is also called Tesla meter. Gauss meter can also be used to measure residual magnetic field. Gauss meter എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോബ് ഉണ്ടാവും. ആ പ്രോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് സർഫസിലെ മാഗ്നറ്റിക് ഫീൽഡ്, ടാൻജൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഡിവൈസാണ് ഈ ഗോസ് മീറ്റർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടും. ഓക്കെ, അത് എന്തിനും കൂടെ ഉപയോഗിക്കുക? റെസിജ്വൽ മാഗ്നറ്റിക് ഫീൽഡും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് MPI. എവിടെയൊക്കെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്? ഒന്ന്, ഇൻസ്പെക്ഷൻ ഓഫ് ലാർജ് കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ്. Then welded part, inspection of long tubular part, inspection of crankshaft, bearing, coupling and hollow cylinders. Industries that use MPI are structural steel, automotive, petrochemical, power generation and aerospace industries. ഈ ഇൻഡസ്ട്രീസിലൊക്കെ MPI ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ ഇൻസ്പെക്ഷൻ ഈസ് അനദർ ഏരിയ വെർ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മേ ബി യൂസ്ഡ് ടു ടെസ്റ്റ് ഐറ്റംസ് സച്ച് ആസ് ഓഫ് ഷോർ സ്ട്രക്ചർ ആൻഡ് അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻസ്. ഇതൊക്കെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ്. MPI ഈസ് വെരി ക്വിക്ക് ആൻഡ് സിമ്പിൾ ടെസ്റ്റ് പ്രോസസ്. ഇറ്റ് ഗിവ്സ് ഇമ്മീഡിയറ്റ് ഇൻഡിക്കേഷൻ ഓഫ് ഡിഫക്റ്റ്. ഹൈലി സെൻസിറ്റീവ് ടു ഡിറ്റക്ട് സർഫേസ് ആൻഡ് സബ് സർഫേസ് ഡിഫക്റ്റ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സബ് സർഫേസ് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ പഠിച്ചു. അത് സർഫസ് ഡിഫക്റ്റ് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാനാവൂ, സബ് സർഫസ് ഡിഫക്റ്റ് ഒന്നും കിട്ടില്ല. ഇവിടെ എന്താണ്, സബ് സർഫസ് ഡിഫക്റ്റും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. പിന്നെ ദിസ് മെത്തേഡ് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ സൈറ്റ് ഓർ വർക്ക്ഷോപ്പ് യൂസ്. ഇവിടെ കമ്പോണൻറ്റ് ഇൻസൈറ്റ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലബോറട്ടറിയിലും ടെസ്റ്റ് ചെയ്യുക, രണ്ടിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ലാർജ്, സ്മോൾ ആൻഡ് ഒബ്ജക്റ്റ് ഹാവിങ് കോംപ്ലക്സ് ഷേപ്പ് ക്യാൻ ബി എക്സാമിൻഡ്, ക്യാൻ ബി യൂസ്ഡ് ഓൺ പെയിൻറ്റഡ് ഒബ്ജക്റ്റ്. ഇപ്പം ഒരു തിൻ കോട്ടിങ് ഓഫ് പെയിൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ പെയിൻറ്റ് റിമൂവ് ചെയ്ത് കളയാണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ വെരി തിക്ക് കോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റി കുറയും നോർമലി. പോസ്റ്റ് ക്ലീനിങ് ജനറലി നോട്ട് നെസസറി. എ റിലേറ്റീവ്ലി സേഫ് ടെക്നിക്. മെറ്റീരിയൽ ജനറലി നോട്ട് കമ്പസ്റ്റിബിൾ ഓർ ഹസാഡസ്.
ഈസി ടു യൂസ് ആൻഡ് റിക്വയർ മിനിമൽ എമൗണ്ട് ഓഫ് ട്രെയിനിങ്. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അത്ര ഹൈലി സ്കില്ലൊന്നും വേണ്ട. സ്കില്ല് വേണ്ടുന്ന സ്ഥലം എവിടെയാണ്? റിസൾട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ്, നമുക്ക് കാണിച്ചു തരുന്ന വിസിബിൾ ഇൻഡിക്കേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അത് കുറച്ച് ടഫ് ടാസ്ക്കാണ്. അവിടെ ശരിക്കും നോർമലി സ്കില്ല് വേണ്ടുന്നത്. അത് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റേഴ്സൊന്നും ആവശ്യമില്ല. 10th one, indication can show relative size and shape of the discontinuity. ഇനി what are the limitations? Only applicable to ferromagnetic materials. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ അത് ആർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഫെറോ മാഗ്നറ്റിക് അല്ല, നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടുന്ന പറ്റുന്ന മെറ്റീരിയൽസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നോൺ ഫെറസ് മെറ്റീരിയൽസ് സച്ച് ആസ് അലുമിനിയം ഓർ മോസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കനോട്ട് ബി ഇൻസ്പെക്റ്റഡ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. മേ റിക്വയർ റിമൂവൽ ഓഫ് കോട്ടിംഗ് ഓർ പ്ലേറ്റിംഗ് ടു അച്ചീവ് ഡിസൈഡ് സെൻസിറ്റിവിറ്റി. അതായത് സർഫസിൻ്റെ മുകളിലെ കോട്ടിംഗ്, ചെറിയ ലെയർ ഓഫ് കോട്ടിംഗ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ആ കോട്ടിംഗ് റിമൂവ് ചെയ്തേ പറ്റൂ. 3rd one, examination of large part may require use of equipment with special power requirements. Then relatively small area can be inspected at a time. Post demagnetization is often necessary. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡീമാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡീമാഗ്നറ്റൈസ് ചെയ്ത് അതായത് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6th one, alignment between magnetic field and crack is important. Thus each part need to be examined in 2 different directions. ഓക്കെ, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രാക്ക് അതാണ് ബെസ്റ്റ് വിസിബിലിറ്റി തരിക. അതായത് ഒരു ഡയറക്ഷനിൽ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും കൂടെ ഇൻസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സർഫസിലെ എല്ലാ ഡിഫക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം മാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അന്നേരം സർഫസിലെ എല്ലാ ഡിഫക്ട്സും റിവീൽ ആവണമെന്നില്ല. അതുകൊണ്ട് 2 ഓറിയൻറ്റേഷനിൽ മിനിമം എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. 7th one, the inspector must have direct access to the surface being inspected. ടെസ്റ്റ് സ്പെസിമെന് ഡയറക്റ്റ് അസസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി കെയർ ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ബേണിംഗ് ആൻഡ് ആർക്കിംഗ് ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ അറ്റ് പോയിന്റ് ഓഫ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യുന്ന ഹെഡ് ഷോട്ട് ടെക്നിക്കിലൊക്കെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് കോണ്ടാക്ട് പോയിൻറ്റ്, ഹൈ റെസിസ്റ്റൻസ് പോയിൻറ്റിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ലൂസ് കോണ്ടാക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് എന്താണ് പെർഫെക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഇപ്പം അല്ല ആർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓവർ ഹീറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കമ്പോണൻറ്റ് ഡിസ്ട്രോയ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. Okay, with this topic our 3rd module is completed.